വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഉടൻ പിടികൂടണമെന്ന ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കടുവയെ പിടികൂടിയാൽ ഒരിക്കലും ജനവാസ മേഖലയിൽ പ്രവേശിക്കാത്ത തരത്തിൽ കൊന്നുകളയുകയോ അല്ല എങ്കിൽ കടുവക്കൂട്ടിലേക്ക് മാറ്റുകയോ ചെയ്യണമെന്നും എംപി. കാട്ടിൽ കൊണ്ടുപോയി വിട്ടത് തെറ്റായി പോയി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് വീണ്ടും അത് നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ ഉപദ്രവിക്കുന്ന കടുവയാണെന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് അത് വീണ്ടും വീണ്ടും വരുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പിടികൂടിയാൽ നിശ്ചയമായും അതിനെ ഒന്നുകിൽ കൊന്നുകളയണം, ഇനി അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാത്ത വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടത്. അപ്പോൾ വളരെ ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. സാധാരണഗതിയിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ ഈ കടുവ ഏതെങ്കിലും തരത്തിൽ വീണ്ടും വരുന്ന നിലയിലുള്ള നടപടിയാണ് ചെയ്യുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ കടുവക്കൂട്ടിലേക്ക് മാറ്റേണ്ടതായിരുന്നു, ഇനി അല്ലെങ്കിൽ കൊന്നുകളയേണ്ടതായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ അലംഭാവം കാണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും റേഡിയോ കോളർ പിടിപ്പിച്ചതുകൊണ്ട് കടുവയെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. കടുവക്കൂട് നിശ്ചയിച്ചിട്ടുള്ളതിൽ നിന്നും 150 മീറ്റർ അകലെ ഈ കടുവ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന് അവർ അറിയിച്ചു. ഏതായാലും എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്.